ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഏകദേശം 90 പോയിൻറ്റ്, ഏകദേശം 7:55 പിടിക്കുകയാണെങ്കിൽ 7:55 AM ഏകദേശം 90 പോയിൻറ്റ് പ്ലസ്സാണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. എങ്കിൽ തന്നെ നെറ്റ് മാർക്കറ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ സമ്മറി നമ്മൾ നോക്കുമ്പോൾ എല്ലാം ബൈ സമ്മറി തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഓസിലേറ്റേഴ്സും പോസിറ്റീവാണ്. എങ്കിലും നമ്മൾ DIs നല്ല സെല്ലിങ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനല്ല സോറി FIs സെല്ലിങ്ങിലാണ്. FII ഡാറ്റ ഇന്നലെ നല്ല സെൽ ഓഫ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കി കാണാം, ഏകദേശം 1508 പോയിൻ്റ്. അതുപോലെ DIസിൻ്റെ ബൈ ആണെങ്കിൽ കുറച്ച് കുറവാണ്, 3500 ടോട്ടലി മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ന്യൂട്രലായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ന്യൂട്രലായിട്ട് എടുക്കാം. താരിഫ് റിയാക്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അമേരിക്ക വീണ്ടും സോയാബീൻ അമേരിക്കയിൽ നിന്ന് ബൈ ചൈന ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ചൈനയായിട്ട് വീണ്ടും ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചൈന മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ്, അർജൻറ്റീന അതുപോലെ തന്നെ ബ്രസീൽ അങ്ങനത്തെ നിന്നൊക്കെയാണ് സോയാബീൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സോയാബീൻ നിർബന്ധിച്ച് അങ്ങോട്ട് വാങ്ങാൻ പറയുന്ന ഒരു സിസ്റ്റവും അതിനെതിരെ ചൈന റിയാക്ട് ചെയ്ത് ഏകദേശം 3 ഷിപ്പ് ബിൽഡിംഗ് അമേരിക്കയുടെ അവർ അവിടെ കുറേ പ്രഷർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് റെസ്ട്രിക്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു യുദ്ധം പോലെ തന്നെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് മാർക്കറ്റിൽ കണ്ടീഷൻസ് മോശമാണ്. അമേരിക്കൻ മാർക്കറ്റ് ഓൾറെഡി ഇന്നലെ അപ്പ് ആൻഡ് ഡൗൺസ് ആയിരുന്നു, അപ്പായിരുന്നു പിന്നെ ഡൗൺ ആയി, ആ രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിൻ്റെ ട്രേഡിംഗ് ഓൾറെഡി ആക്റ്റീവാണ്. MCXൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്, MCXൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. സുഖമായിട്ട് MCXൽ ട്രേഡ് ചെയ്ത് നമുക്ക് ബെനിഫിറ്റ് അച്ചീവ് ചെയ്യാവുന്നതാണ്. റിസ്ക് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. റിസ്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ETF വരാം. ETF നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. MCXൽ നമുക്ക് ഈ ഡയറക്റ്റ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. മറ്റേത് പ്രോഫിറ്റ് ഒരു നോർമൽ റേഞ്ചിലാണ് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള വ്യത്യാസമാണ് ഇവിടെ സംഭവിക്കുന്നത്. വീണ്ടും സമാധാനം. ഡോളർ ഇൻഡെക്സ് താഴ്ത്തിക്ക് പോകുന്നു. അപ്പോൾ ഡോളർ ഇൻഡെക്സ് താഴ്ത്തു വരുന്നതാണ് നമ്മളൊക്കെ മാർക്കറ്റിന് സന്തോഷമുള്ളൂ. ഡോളർ ഇൻഡെക്സ് താഴ്ത്തിക്ക് വരണം. ഇപ്പോൾ 89.56 വന്നിട്ട് അതിന് ശേഷം വീണ്ടും തിരിച്ച് താഴ്ത്തിക്ക് വന്നു. ഈ സന്തോഷം മാത്രമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്തോഷം എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? USD INR ആയിട്ടാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇന്ന് നിൽക്കുന്നത് നമ്മുടെ INR നിൽക്കുന്നത്, USD INR നിൽക്കുന്നത്, ഫ്യൂച്ചറിൽ നിൽക്കുന്നത് ഏകദേശം 88-80 ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നെഗറ്റീവാണ്. എങ്കിലും വീണ്ടും ഡോളർ ഇൻഡെക്സ് താഴ്ത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡോളർ ഇൻഡെക്സ് താഴ്ത്തേക്ക് വരുന്നത് തന്നെ ഇന്ത്യക്ക് പോസിറ്റീവാണ്. അതിൻ്റെ റിയാക്ഷനായിരിക്കാം ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിൽ 78-78 സ്വല്പം റിക്കവറി ചെയ്തെന്ന് തന്നെ പറയാം. ഡേറ്റ് ഇടുമ്പോൾ സ്വല്പം റിക്കവറി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പോസിറ്റീവായിട്ടും ഇന്നത്തെ ദിവസം എടുക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ട്രേഡ് വാറായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പോസിറ്റീവ് നെഗറ്റീവാണ്. ഓക്കെ, ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്ലയൻസുമായിട്ട് ഞാൻ നിരന്തരം സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ് പറയുന്നത്. അത് പോസിറ്റീവായിട്ട് എടുക്കണവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇന്ന് ഒരു ദിവസം കയറുന്നു, ഒരു ദിവസം ഇറങ്ങുന്നു. അതെന്തുകൊണ്ടാണ് കയറണേ എന്ന് ചോദിക്കുന്നു. ഒരു ദിവസം എന്തുകൊണ്ടാണ് ഇറങ്ങണമെന്ന് ചോദിച്ചു, നാളെ കയറൂ എന്ന് ചോദിക്കുന്നു. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതൊന്നും ആരും കൺട്രോളല്ല. ഇതൊക്കെ ഓരോ ദിവസം ന്യൂസുകൾ വരുമ്പോൾ ആരൊക്കെയാണ് ഇതിന് ഒരു ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസുകൾ എന്ന് പറയുന്നത്, ഞങ്ങളാണ് ഈ ക്ലൈൻറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ക്ലൈൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, മാർക്കറ്റ് ഒരിക്കലും മനസ്സിലാക്കാൻ ഈസിയല്ല. കാരണം ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ് വരുന്നത്. ഇന്ന് യുഎസിന് ട്രംപാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നാളെ ചൈനയുടെ സൈഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള പല 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 ഘടകങ്ങൾ ഇതിനെ ബാധിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ
പ്രധാനപ്പെട്ട ഇന്ത്യയുടെ റുപ്പി നന്നായി പോകണം എന്നുള്ളത് ഗവൺമെൻറ്റിന് ആഗ്രഹം ഉണ്ടാവും. അത് ഗവൺമെൻറ് അതിനു വേണ്ടി എല്ലാവിധ നീക്കുപോക്കുകളും ഡെയിലി നടത്തുന്നുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ഊഹിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം. ഇനി അതേപോലെ തന്നെ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഡോളർ എഗൈൻസ്റ്റ് റുപ്പിയുടെ ഡീവിയേഷനാണ് ഇന്ത്യക്ക് വലിയ പ്രശ്നമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അത് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പരമാവധി മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവിടുത്തെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വാഭാവികമായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നു. അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു മാസമായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മ്യൂച്വൽ ഫണ്ടൊക്കെ ആയിട്ട് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ആവശ്യമാണ്. മാർക്കറ്റ് കയറിയല്ലേ പറ്റുള്ളൂ. ഇനി ഇവിടുത്തെ ഇന്ത്യൻ കമ്പനികൾക്ക് മാർക്കറ്റ് കയറിയല്ലേ പറ്റൂ. ഇത് 3ഉം 4ഉം ഓക്കെ, ഇതെല്ലാം 4ഉം ഓക്കെ നിൽക്കുമ്പോൾ എന്ത് പറ്റും? മാർക്കറ്റ് ടോപ്പിലേക്ക് തന്നെ കയറണം. അപ്പോൾ മാർക്കറ്റ് ലോങ് ടൈം മാർക്കറ്റ് കയറുന്ന ഏത് ആൾക്കും കിടന്ന് പറയാവുന്നേ ഉള്ളൂ. ഒരു TV ചാനൽ ഇരുന്നിട്ട് ആർക്ക് വേണമെങ്കിലും പറയാം മാർക്കറ്റ് കയറും. ഇന്ത്യ അതിന് മാത്രം നെഗറ്റീവ്സ് ഒന്നുമില്ല. അതുകൊണ്ട് മാർക്കറ്റ് തിരിച്ച് കയറും. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാശ് കിട്ടും. നല്ല കൗണ്ടറാണെങ്കിൽ കിട്ടും, അത് സംശയമില്ല. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ. ഇനി ട്രേഡേഴ്സിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രേഡേഴ്സ് കാലത്ത് പ്രത്യേകിച്ച് ഫ്യൂച്ചർ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഓപ്ഷൻ ചെയ്യുന്നവരായിക്കോട്ടെ, ഓക്കെ, ഈ 2 സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൺട്രോളിങ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ട്, ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സും ആവാം. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ പല കൗണ്ടറുകളിലും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്? ട്രേഡിങ് ചെയ്യുന്നവർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും നിങ്ങളുടെ ഒരു മാർക്കറ്റായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ മാർക്കറ്റ് അപ്പ് ഓർ ഡൗൺ. അപ്പോൾ നമുക്കൊരു സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യം ഇവിടെ വരുന്നുണ്ട്. ഈ ഇൻ്റർനാഷണൽ ഇഷ്യൂസുകൾ വരുമ്പോൾ ഇത്രയെങ്കിലും ചിന്തിച്ചാൽ മതി. ഈ ഇൻ്റർനാഷണൽ ഇഷ്യൂകൾ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള പൊസിഷൻ പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകരുത്. റിസ്ക് അല്ലെങ്കിലും പൊസിഷൻ കൊണ്ടുപോകാൻ ടെൻഷൻ ഉണ്ട്. കാരണം ഇൻ്റർനാഷണൽ ഇഷ്യൂ മുമ്പിലുള്ളപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. ഇൻ്റർനാഷണൽ ഇഷ്യൂസ് ഉള്ളപ്പോൾ വളരെയധികമുള്ള ലിവറേജ് എടുക്കുന്നത് റിസ്ക്കാണ്. ചിലപ്പോൾ കുറേ ഭാഗ്യം, കുറേ നഷ്ടം, ഇതായിരിക്കും സംഭവിക്കാനുള്ള സാധ്യത. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കാലത്തൊരു മാർക്കറ്റ് ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, മാർക്കറ്റിൽ പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യൻ റുപ്പിക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇന്ത്യൻ ഡോളർ ഇൻഡെക്സ് നന്നാവുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്, ഡോളർ ഇൻഡെക്സ് താഴ്ത്തിക്ക് പോയിട്ട് അത് അവിടുത്തെ ഇഷ്യൂസ് കൊണ്ടാണ് ഡോളർ ഇൻഡെക്സ് താഴ്ത്തി പോയിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് മാർക്കറ്റിൽ ട്രെൻഡ് മാറി. അപ്പോൾ ട്രെൻഡ് ഇന്ന് കാലത്തേക്ക് ഇന്ന് ട്രെൻഡ് മാറി. ഓക്കെ, ഇവിടെ ഓൾറെഡി മൈൻഡ് വെച്ചിരിക്കുന്നത് ബൈ ട്രെൻഡാണ്. കാരണം ഓൾറെഡി വളരെയധികം അടിച്ച മാർക്കറ്റാണ്. അതുകൊണ്ട് എപ്പോഴും ബൈ ട്രെൻഡ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ FISൻ്റെ സെല്ലിങ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ആർക്കും ഇത് പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഇതിങ്ങനെ സംഭവിക്കുമെന്ന്. ഇതിൽ ചെയ്യാവുന്ന കേസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ കൗണ്ടറിൻ്റെയും അവരുടെ ഒരു പിവറ്റ് പോയിൻ്റുകൾ ഇന്ന റേഞ്ചിന് താഴെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും, അപ്പോൾ ഞാൻ പൊസിഷൻ കട്ട് ചെയ്യും. ഈ തീരുമാനം നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ആ പൊസിഷൻ കട്ട് ചെയ്യും എന്നുള്ള തീരുമാനം, പൊസിഷൻ കട്ട് ചെയ്യാനുള്ള കഴിവാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഡ്രൈവിങ് പഠിച്ചുകൊണ്ട് കാര്യമില്ല, അത് വണ്ടി ഇടിക്കാണ്ട് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം വ്യക്തികൾക്കുണ്ട്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം വളരെയധികം റിസ്കി റോട്ടിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനോ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് നോക്കി കണ്ടുപിടിച്ച് ചെയ്യാനോ നമ്മൾ താല്പര്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടാം, അതുപോലെ തന്നെ വലിയൊരു ലോസ് വരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇത് ട്രേഡിംഗ് മാർക്കറ്റാണ്, നല്ലോണം കാശുണ്ടാക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ട്രെൻഡ് നോക്കി ട്രേഡ് ചെയ്യാൻ പഠിക്കണം. അത് വളരെ സിമ്പിളാണ്. കാരണം ഇതൊക്കെ ഇത്ര സമയം ബുദ്ധിമുട്ടുണ്ടാക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കൊരു ട്രേഡിംഗ് പോയിൻ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ മാർക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു വലിയ കയറ്റ നമ്മുടെ മാർക്കറ്റിന് ആഗ്രഹം മുകളിലേക്ക് പോകാനാണ്. പക്ഷേ പുറത്തുനിന്നുള്ള ന്യൂസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി റിസൾട്ട് കലണ്ടർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നുള്ള റിസൾട്ടുകൾ വളരെ സൂക്ഷിക്കണം. നെഗറ്റീവ്സ് വരാനുള്ള സാധ്യത കൂടുതലുള്ള റിസൾട്ട് കലണ്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇന്നത്തെ ദിവസം ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിന് പോസിറ്റീവ് ട്രെൻഡ് കിട്ടിയിരിക്കുകയാണ്. മാർക്കറ്റ് കയറും. റിസൾട്ട് കണ്ടുകളൊക്കെ പലതും ഈവനിങ്ങുള്ളിലേ വരുള്ളൂ. അപ്പോൾ ഈ റിസൾട്ട് കയറുന്ന ഒരു ഇത്രയും നല്ലൊരു സമയത്ത് വേൾഡ് മാർക്കറ്റിൽ തൽക്കാലം നമുക്കൊരു പ്രശ്നമില്ലാത്ത സമയത്ത് മാർക്കറ്റ് കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് മാർക്കറ്റ് കയറാനുള്ള സാധ്യതയാണ്. അതർവൈസ് എഫ് ഐ എസിൻ്റെ സെല്ലിങ് ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇന്ന് കയറി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി എങ്ങാനും വീഴുകയാണെങ്കിൽ നമുക്ക് അതിന് ഒരു പിവോട്ട് പോയിൻറ്റോ അല്ലെങ്കിൽ ഒരു ആവറേജ് ട്രേഡിംഗ് പ്രൈസോ സ്റ്റോപ്പ് ലോസോ എങ്ങനെയെങ്കിലും നിങ്ങൾ അത് വെച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും പഠിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റോപ്പ് ലോസ് ചെയ്യാണ്ട് അത് ആ പിറ്റേ ദിവസത്തേക്ക് കൗണ്ടർ പോട്ടെ, നമുക്ക് നാളെ രക്ഷകൻ എത്തും എന്ന് പറയുന്നത് ലക്കിന് വേണ്ടി മാത്രമാണ്. ഒരു ലക്കിന് വേണ്ടി ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ജീവിതം ഒരു ലക്കാണെന്ന് പറയണവരില്ലേ, അങ്ങനൊരു ലെവലിൽ ലക്ക് എന്നുള്ള പേര് പറയുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ടെക്നിക്കൽ ഫോളോ അപ്പ് ചെയ്യുക. ടെക്നിക്കൽ ഫോളോ അപ്പ് ചെയ്യേണ്ട മാർക്കറ്റിൽ ടെക്നിക്കൽ ഫോളോ അപ്പ് ചെയ്യുക. ഇനി അമേരിക്കൻ മാർക്കറ്റിൽ നിന്നോ മറ്റുള്ള മാർക്കറ്റിൽ നിന്ന് ടെൻഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എപ്പോഴും ഫ്യൂച്ചർ ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകാം. ഫ്യൂച്ചർ വേണമെങ്കിൽ ക്യാരി ഓവർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അവസരമുണ്ട്. ഫ്യൂച്ചർ ക്യാരി ഓവർ ചെയ്യാം. അതുപോലെ MCXലാണെങ്കിൽ ഗോൾഡ് തന്നെ ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകാം. ഇവിടെ ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകാൻ ഇതൊന്നും പറ്റുന്ന ഒരളവിലെല്ലാം മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം മറക്കരുത്. ക്ലയൻറ്റുകൾ അവരൊക്കെ നിലനിൽക്കണം എന്നുള്ള നിലപാടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പറയുന്നത്. ഇത് നമ്മുടെ ക്ലയൻസിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പല ചാനലുകളിൽ പല ആൾക്കാരുകളും ബിസിനസ് കൂട്ടേണ്ട കാര്യത്തിനെക്കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും കമ്പനിയുടെ CEO MD ഇവരൊന്നും നിങ്ങളോട് പൊസിഷൻ സെല്ല് ചെയ്യാനോ മ്യൂച്വൽ ഫണ്ടുകാർ പൊസിഷൻ സെല്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവർക്കൊന്നും ബിസിനസ് കളയാൻ വയ്യ. അതൊന്നും ഒരു സിസ്റ്റമല്ല. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുള്ള ട്രേഡിങ് നിങ്ങൾ പഠിച്ചേ തീരൂ എന്നുള്ള ഉറപ്പിക്കുക. അതിനുള്ള എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് എൻ്റെ അറിവുകൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ബൈ. മാർക്കറ്റ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 13 പോയിൻ്റ് അപ്പാണ്. ടൈം ഏകദേശം 7:42. ഓക്കെ, വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഇതിന് വളരെ ചെറിയൊരു ഹൈപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. 2 ഓസിലേറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ബൈ, പക്ഷേ ഓസിലേറ്റേഴ്സിൽ ന്യൂട്രലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സൈഡ് വൈസ് ട്രെൻഡ് ഇവിടെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് പ്രധാനപ്പെട്ട ഡൗ അപ്പായി എന്നുള്ളതാണ്. ഡൗ അതുപോലെ നാസ്ഡാക്കൊക്കെ അപ്പായി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാവുന്നത് മെയിനായിട്ട് ട്രേഡ് ഡീലുമേ US വീണ്ടും സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു ന്യൂസ് വന്നതാണ് ഇത്രയേറെ ഡൗ ജോൺസും ഇതൊക്കെ അപ് ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എല്ലാം അപ് ട്രെൻഡിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതിനെതിരെ അത്ര മൂവ്മെൻറ്റ് കാലത്ത് കാണിച്ചിട്ടില്ല. FII ഡാറ്റ നെഗറ്റീവായിട്ടാണ് പോകുന്നത്. ഇന്നലെ അവർ സെല്ലിങ്ങിൽ വന്നു. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ നോക്കാവുന്നത് ഈ ഒരു ന്യൂസിൽ FIIയുടെ ഒരു നെഗറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്കറ്റ് വീണ്ടും സൈഡ് വൈസിൽ പോകുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ സെല്ലിംഗ് ട്രെൻഡും വരാൻ സാധ്യത കൂടുതലാണ് ഈ മാർക്കറ്റിൽ. അടുത്തത് ഡോളർ ഇൻഡെക്സ് ആണ്. ഡോളർ ഇൻഡെക്സ് പതുക്കെ കയറി വരികയാണ്. ഒരു പ്രാവശ്യം ഡോളറിൻ്റെ 99.56 വന്നു. അതിനുശേഷം വീണ്ടും താഴ്ത്തേക്ക് പോയി. ഒരു ഇഷ്യൂസൊക്കെ വന്നപ്പോൾ വീണ്ടും ഡോളർ ഇൻഡെക്സ് പതുക്കെ റിക്കവറിയിലേക്ക് വന്നിട്ടുണ്ട്. 99.26 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ് ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ, സ്വാഭാവികമായിട്ട് ഇവിടുന്ന് പതുക്കെ അപ് ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ക്രോസ് വാച്ച് ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ റുപ്പിയായിട്ട് നമുക്ക് ക്രോസ് വാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ഇവിടെ ടെൻഷൻ മാർക്കറ്റിൽ വരുന്നുണ്ട്. കറൻസി അതുകൊണ്ട് തന്നെയാണ് ഒരു ക്ലോസ് വാച്ചിങ്ങിലാണ് പോകുന്നത്. 88.64 ജസ്റ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കൊരു പ്രശ്നം വരാവുന്ന ഒരു സാധ്യത. അപ്പോൾ കറൻസിയും വെച്ച് നോക്കുമ്പോൾ US ഡോളർ വീണ്ടും അപ്രിസിയേഷൻ ചെയ്യാൻ സാധ്യത വരികയാണെങ്കിൽ, കാരണം അവിടെ റേറ്റ് കട്ടിന് സാധ്യത കൂടുതലാണ്. അതുപോലെ അവിടുത്തെ 10 ഇയർ ബോണ്ട് ചെറുതായി വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ പോസിറ്റീവ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ വേരിയേഷൻ വളരെ പ്രധാനമാണ്. റുപ്പി വീണ്ടും താഴത്തേക്ക് പോകുമോ എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് സൈഡ് വേയിലേക്കുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത RBL ബാങ്കിനൊരു ഗുഡ് ന്യൂസാണ്. RBL ബാങ്കിൽ ഏകദേശം എമിറേറ്റ്സ് NBD അവർ സ്റ്റേക്ക് എടുക്കാൻ വരുന്ന കാര്യങ്ങൾ ആണ് ന്യൂസ് വന്നിരിക്കുന്നത്. ഇത് RBLൻ്റെ ഷെയർ അപ് ട്രെൻഡ് ആവുന്നതിന് കാരണമാകാം. അപ്പോൾ ന്യൂസ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഷെയർസ് ബൈ ചെയ്യാൻ ശ്രമിക്കാം.
എൽ ജിയുടെ ലിസ്റ്റിംഗ് ആണെന്ന്. അപ്പോൾ എൽ ജി ഐ പിയുടെ ലിസ്റ്റിംഗ് ആണ്. കിട്ടാത്തവരെ സംബന്ധിച്ച് ട്രൈ ചെയ്യാവുന്നൊരു അവസരമായിരിക്കും. ഗോൾഡ് ട്രേഡ് ചെയ്യാവുന്ന അവസരങ്ങളുണ്ട്. ചെറിയ പൈസയ്ക്ക് പോലും ഗോൾഡ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. നമ്മൾ എം സി എക്സിൽ ചെയ്യാവുന്നതാണ്. 1 ഗ്രാം ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ മൂവ്മെൻറ്റ് അറിയാമല്ലോ, റിസ്ക് മൂവ്മെൻറ്റ് ഉണ്ട്, ഭയങ്കര റിസ്ക്കൊക്കെ ഉണ്ടെങ്കിലും ട്രേഡ് ചെയ്യുന്ന ഒരു സമയം ഞാൻ ട്രേഡിങ് മാത്രമാണ്, ഇൻവെസ്റ്റിങ് ഞാനിവിടെ പറയുന്നില്ല, ട്രേഡിങ് മാത്രമാണ് ബെറ്റർ ഓപ്ഷനായിട്ട് പറയുന്നു. ഡെയിലി പൊസിഷൻ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 13 പോയിൻ്റ് അപ്പാണ്. ടൈം ഏകദേശം 7:42. ഓക്കെ, വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഇതിൽ വളരെ ചെറിയൊരു ഹൈപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. 2 ഓസിലേറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ബൈ, പക്ഷേ ഓസിലേറ്റേഴ്സിൽ ന്യൂട്രലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സൈഡ് വൈസ് ട്രെൻഡ് ഇവിടെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് പ്രധാനപ്പെട്ട ഡൗ അപ്പായി എന്നുള്ളതാണ്. ഡൗ അതുപോലെ നാസ്ഡാക്കൊക്കെ അപ്പായി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാവുന്നത് മെയിനായിട്ട് ട്രേഡ് ഡീലുമായി US വീണ്ടും സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു ന്യൂസ് വന്നതാണ് ഇത്രയേറെ ഡൗ ജോൺസും ഇതൊക്കെ അപ് ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എല്ലാം അപ് ട്രെൻഡിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതിനെതിരെ അത്ര മൂവ്മെൻറ്റ് കാലത്ത് കാണിച്ചിട്ടില്ല. FII ഡാറ്റ നെഗറ്റീവായിട്ടാണ് പോകുന്നത്. ഇന്നലെ അവർ സെല്ലിങ്ങിൽ വന്നു, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ നോക്കാവുന്നത് ഈ ഒരു ന്യൂസിൽ FIIയുടെ ഒരു നെഗറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്കറ്റ് വീണ്ടും സൈഡ് വൈസിൽ പോകുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ സെല്ലിംഗ് ട്രെൻഡും വരാൻ സാധ്യത കൂടുതലാണ് ഈ മാർക്കറ്റിൽ. അടുത്ത് ഡോളർ ഇൻഡെക്സ് ആണ്. ഡോളർ ഇൻഡെക്സ് പതുക്കെ കയറി വരികയാണ്. ഒരു പ്രാവശ്യം ഡോളറിൻ്റെ 99.56 വന്നു. അതിനുശേഷം വീണ്ടും താഴ്ത്തേക്ക് പോയി, ഒരു ഇഷ്യൂസൊക്കെ വന്നപ്പോൾ വീണ്ടും ഡോളർ ഇൻഡെക്സ് പതുക്കെ റിക്കവറിയിലേക്ക് വന്നിട്ടുണ്ട്. 99.26 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ് ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ, സ്വാഭാവികമായിട്ട് ഇവിടുന്ന് പതുക്കെ അപ് ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ക്രോസ് വാച്ച് ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ റുപ്പിയായിട്ട് നമുക്ക് ക്രോസ് വാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ഇവിടെ ടെൻഷൻ മാർക്കറ്റിൽ വരുന്നുണ്ട്. കറൻസി അതുകൊണ്ട് തന്നെയാണ് ഒരു ക്ലോസ് വാച്ചിങ്ങിലാണ് പോകുന്നത്. 88.64 ജസ്റ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കൊരു പ്രശ്നം വരാവുന്ന ഒരു സാധ്യത. അപ്പോൾ കറൻസിയും വെച്ച് നോക്കുമ്പോൾ US ഡോളർ വീണ്ടും അപ്രിസിയേഷൻ ചെയ്യാൻ സാധ്യത വരികയാണെങ്കിൽ, കാരണം അവിടെ റേറ്റ് കട്ടിന് സാധ്യത കൂടുതലാണ്. അതുപോലെ അവിടുത്തെ 10 ഇയർ ബോണ്ട് ചെറുതായി വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ പോസിറ്റീവ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ വേരിയേഷൻ വളരെ പ്രധാനമാണ്. റുപ്പി വീണ്ടും താഴ്ത്തേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് സൈഡ് വേയിലേക്കുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത RBL ബാങ്കിനൊരു ഗുഡ് ന്യൂസാണ്. RBL ബാങ്കിൽ ഏകദേശം എമിറേറ്റ്സ് NBD അവർ സ്റ്റേക്ക് എടുക്കാൻ വരുന്ന കാര്യങ്ങൾ ആണ് ന്യൂസ് വന്നിരിക്കുന്നത്. ഇത് RBLൻ്റെ ഷെയർ അപ് ട്രെൻഡ് ആവുന്നതിന് കാരണമാകും. അപ്പോൾ ന്യൂസ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഷെയർസ് ബൈ ചെയ്യാൻ ശ്രമിക്കാം. LGയുടെ ലിസ്റ്റിംഗ് ആണെന്ന്. അപ്പോൾ LG IPOയുടെ ലിസ്റ്റിംഗ് ആണ്. കിട്ടാത്തവരെ സംബന്ധിച്ച് ട്രൈ ചെയ്യാവുന്നൊരു അവസരമായിരിക്കും. ഗോൾഡ് ട്രേഡ് ചെയ്യാവുന്ന അവസരങ്ങളുണ്ട്. ചെറിയ പൈസയ്ക്ക് പോലും ഗോൾഡ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. നമ്മൾ എം സി എക്സിൽ ചെയ്യാവുന്നതാണ്. 1 ഗ്രാം ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ മൂവ്മെൻറ്റ് അറിയാമല്ലോ, റിസ്ക് മൂവ്മെൻറ്റ് ഉണ്ട്, ഭയങ്കര റിസ്ക്കൊക്കെ ഉണ്ടെങ്കിലും ട്രേഡ് ചെയ്യുന്ന ഒരു സമയം ഞാൻ ട്രേഡിങ് മാത്രമാണ്, ഇൻവെസ്റ്റിങ് ഞാനിവിടെ പറയുന്നില്ല, ട്രേഡിങ് മാത്രമാണ് ബെറ്റർ ഓപ്ഷനായിട്ട് പറയുന്നു. ഡെയിലി പൊസിഷൻ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഏകദേശം 90 പോയിൻറ്റ്, ഏകദേശം 7:55 പിടിക്കുകയാണെങ്കിൽ 7:55 AM ഏകദേശം 90 പോയിൻറ്റ് പ്ലസ്സാണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. എങ്കിൽ തന്നെ നെറ്റ് മാർക്കറ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ സമ്മറി നമ്മൾ നോക്കുമ്പോൾ എല്ലാം ബൈ സമ്മറി തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഓസിലേറ്റേഴ്സും പോസിറ്റീവാണ് എങ്കിലും നമ്മൾ DIS നല്ല സെല്ലിങ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനല്ല FIs സെല്ലിങ്ങിലാണ്. FII ഡാറ്റ ഇന്നലെ നല്ല സെൽ ഓഫ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കി കാണാം, ഏകദേശം 1508
പോയിൻ്റ്. അതുപോലെ DISൻ്റെ ബൈ ആണെങ്കിൽ കുറച്ച് കുറവാണ്, 3500 ടോട്ടലി മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ന്യൂട്രലായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ന്യൂട്രലായിട്ട് എടുക്കാം. താരിഫ് റിയാക്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അമേരിക്ക വീണ്ടും സോയാബീൻ അമേരിക്കയിൽ നിന്ന് ബൈ ചൈന ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ചൈനയായിട്ട് വീണ്ടും ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചൈന മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ്, അർജൻറ്റീന അതുപോലെ തന്നെ ബ്രസീൽ അങ്ങനത്തെ നിന്നൊക്കെയാണ് സോയാബീൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സോയാബീൻ നിർബന്ധിച്ച് അങ്ങോട്ട് വാങ്ങാൻ പറയുന്ന ഒരു സിസ്റ്റവും അതിനെതിരെ ചൈന റിയാക്ട് ചെയ്ത് ഏകദേശം 3 ഷിപ്പ് ബിൽഡിംഗ് അമേരിക്കയുടെ അവർ അവിടെ കുറേ പ്രഷർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് റെസ്ട്രിക്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു യുദ്ധം പോലെ തന്നെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് മാർക്കറ്റിൽ കണ്ടീഷൻസ് മോശമാണ്. അമേരിക്കൻ മാർക്കറ്റ് ഓൾറെഡി ഇന്നലെ അപ്പ് ആൻഡ് ഡൗൺസ് ആയിരുന്നു, അപ്പായിരുന്നു പിന്നെ ഡൗൺ ആയി, ആ രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിൻ്റെ ട്രേഡിംഗ് ഓൾറെഡി ആക്റ്റീവാണ്. MCXൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്, MCXൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. സുഖമായിട്ട് MCXൽ ട്രേഡ് ചെയ്ത് നമുക്ക് ബെനിഫിറ്റ് അച്ചീവ് ചെയ്യാവുന്നതാണ്. റിസ്ക് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. റിസ്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ETF വരാം. ETF നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. MCXൽ നമുക്ക് ഈ ഡയറക്റ്റ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. മറ്റേത് പ്രോഫിറ്റ് ഒരു നോർമൽ റേഞ്ചിലാണ് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള വ്യത്യാസമാണ് ഇവിടെ സംഭവിക്കുന്നത്. വീണ്ടും സമാധാനം. ഡോളർ ഇൻഡെക്സ് താഴ്ത്തിക്ക് പോകുന്നു. അപ്പോൾ ഡോളർ ഇൻഡെക്സ് താഴ്ത്തു വരുന്നതാണ് നമ്മൾക്ക് മാർക്കറ്റിന് സന്തോഷമുള്ളൂ. ഡോളർ ഇൻഡെക്സ് താഴ്ത്തിക്ക് വരണം. ഇപ്പോൾ 89.56 വന്നിട്ട് അതിന് ശേഷം വീണ്ടും തിരിച്ച് താഴ്ത്തിക്ക് വന്നു. ഈ സന്തോഷം മാത്രമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്തോഷം എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? USD INR ആയിട്ടാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇന്ന് നിൽക്കുന്നത് നമ്മുടെ INR നിൽക്കുന്നത്, USD INR നിൽക്കുന്നത്, ഫ്യൂച്ചറിൽ നിൽക്കുന്നത് ഏകദേശം 88-80 ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നെഗറ്റീവാണ് എങ്കിലും വീണ്ടും ഡോളർ ഇൻഡെക്സ് താഴ്ത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡോളർ ഇൻഡെക്സ് താഴ്ത്തേക്ക് വരുന്നത് തന്നെ ഇന്ത്യക്ക് പോസിറ്റീവാണ്. അതിൻ്റെ റിയാക്ഷൻ ആയിരിക്കാം ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിൽ 78-78 സ്വല്പം റിക്കവറി ചെയ്തെന്ന് തന്നെ പറയാം. ഡേറ്റ് ഇടുമ്പോൾ സ്വല്പം റിക്കവറി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പോസിറ്റീവായിട്ടും ഇന്നത്തെ ദിവസം എടുക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പോസിറ്റീവ് നെഗറ്റീവാണ്. ഓക്കെ, ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്ലയൻസുമായിട്ട് ഞാൻ നിരന്തരം സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ് പറയുന്നത്. അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇന്ന് ഒരു ദിവസം കയറുന്നു, ഒരു ദിവസം ഇറങ്ങുന്നു. അതെന്തുകൊണ്ടാണ് കയറണേ എന്ന് ചോദിക്കുന്നു. ഒരു ദിവസം എന്തുകൊണ്ടാണ് ഇറങ്ങണമെന്ന് ചോദിച്ചു, നാളെ കയറൂ എന്ന് ചോദിക്കുന്നു. ഇതെല്ലാവരും ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതൊന്നും ആരും കൺട്രോളല്ല. ഇതൊക്കെ ഓരോ ദിവസം ന്യൂസുകൾ വരുമ്പോൾ ആരൊക്കെയാണ് ഇതിന് ഒരു ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസുകൾ എന്ന് പറയുന്നത്, ഞങ്ങളാണെങ്കിൽ ക്ലൈൻറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ക്ലൈൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, മാർക്കറ്റ് ഒരിക്കലും മനസ്സിലാക്കാൻ ഈസിയല്ല. കാരണം ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ് വരുന്നത്. ഇന്ന് യുഎസിന് ട്രംപാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നാളെ ചൈനയുടെ സൈഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള പല 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 ഘടകങ്ങൾ ഇതിനെ ബാധിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ റുപ്പി നന്നായി പോകണം എന്നുള്ളത് ഗവൺമെൻറ്റിന് ആഗ്രഹം ഉണ്ടാവും. അത് ഗവൺമെൻറ് അതിനുവേണ്ടി എല്ലാവിധ നീക്കുപോക്കുകളും ഡെയിലി നടത്തേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് ഊഹിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം. ഇനി അതേപോലെ തന്നെ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഡോളർ എഗൈൻസ്റ്റ് റുപ്പിയുടെ ഡീവിയേഷനാണ് ഇന്ത്യക്ക് വലിയ പ്രശ്നമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അത് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പരമാവധി മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവിടുത്തെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വാഭാവികമായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നു. അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു മാസമായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മ്യൂച്വൽ ഫണ്ടൊക്കെ ആയിട്ട് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ആവശ്യമാണ്. മാർക്കറ്റ് കയറിയല്ലേ പറ്റുള്ളൂ.
ഇനി ഇവിടുത്തെ കമ്പനികൾ, ഇവിടുത്തെ ഇന്ത്യൻ കമ്പനികൾക്ക് മാർക്കറ്റ് കയറിയല്ലേ പറ്റൂ. ഇത് 3ഉം 4ഉം ഓക്കെ, ഇതെല്ലാം 4ഉം ഓക്കെ നിൽക്കുമ്പോൾ എന്ത് പറ്റും, മാർക്കറ്റ് ടോപ്പിലേക്ക് തന്നെ കയറണം. അപ്പോൾ മാർക്കറ്റ് ലോങ് ടൈം മാർക്കറ്റ് കയറുന്ന ഏത് ആൾക്കും ഇവിടുന്ന് പറയാവുന്നേ ഉള്ളൂ. ഒരു ടി വി ചാനൽ ഇരുന്നിട്ട് ആർക്ക് വേണമെങ്കിലും പറയാം മാർക്കറ്റ് കയറും, ഇന്ത്യ അതിന് മാത്രം നെഗറ്റീവ്സ് ഒന്നുമില്ല, അതുകൊണ്ട് മാർക്കറ്റ് തിരിച്ച് കയറും, നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാശ് കിട്ടും, നല്ല കൗണ്ടറാണെങ്കിൽ കിട്ടും, അത് സംശയമില്ല. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ. ഇനി ട്രേഡേഴ്സിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രേഡേഴ്സ് കാലത്ത് പ്രത്യേകിച്ച് ഫ്യൂച്ചർ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഓപ്ഷൻ ചെയ്യുന്നവരായിക്കോട്ടെ, ഓക്കെ, ഈ 2 സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൺട്രോളിങ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ട്, ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് എന്നാരാ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, അത് ഇവരെല്ലാവരും കൂടിയിട്ടാവാം, എല്ലാവരും കൂടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സും ആവാം. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ പല കൗണ്ടറുകളിലും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്, ട്രേഡിങ് ചെയ്യുന്നവർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും നിങ്ങളുടെ ഒരു മാർക്കറ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ മാർക്കറ്റ് അപ്പ് ഓർ ഡൗൺ. അപ്പോൾ നമുക്കൊരു സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യം ഇവിടെ വരുന്നുണ്ട്. ഈ ഇൻ്റർനാഷണൽ ഇഷ്യൂസുകൾ വരുമ്പോൾ, ഇത്രയെങ്കിലും ചിന്തിച്ചാൽ മതി. ഈ ഇൻ്റർനാഷണൽ ഇഷ്യൂകൾ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള പൊസിഷൻ പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകരുത്. റിസ്ക് അല്ലെങ്കിലും പൊസിഷൻ കൊണ്ടുപോകാൻ ടെൻഷൻ ഉണ്ട്. കാരണം ഇൻ്റർനാഷണൽ ഇഷ്യൂ മുമ്പിലുള്ളപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. ഇൻ്റർനാഷണൽ ഇഷ്യൂസ് ഉള്ളപ്പോൾ വളരെയധികമുള്ള ലിവറേജ് എടുക്കുന്നത് റിസ്ക്കാണ്. ചിലപ്പോൾ കുറേ ഭാഗ്യം, കുറേ നഷ്ടം, ഇതായിരിക്കും സംഭവിക്കാനുള്ള സാധ്യത. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കാലത്തൊരു മാർക്കറ്റ്, ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, മാർക്കറ്റിൽ പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യൻ റുപ്പിക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇന്ത്യൻ ഡോളർ ഇൻഡെക്സ് നന്നാവുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്, ഡോളർ ഇൻഡെക്സ് താഴ്ത്തിക്ക് പോയിട്ട്, അത് അവിടുത്തെ ഒരു ഇഷ്യൂസ് കൊണ്ടാണ് ഡോളർ ഇൻഡെക്സ് താഴ്ത്തി പോയിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് മാർക്കറ്റിൽ ട്രെൻഡ് മാറി. അപ്പോൾ ട്രെൻഡ് ഇന്ന് കാലത്തേക്ക് ഇന്ന് ട്രെൻഡ് മാറി. ഓക്കെ, ഇവിടെ ഓൾറെഡി മൈൻഡ് വച്ചിരിക്കുന്നത് ബൈ ട്രെൻഡാണ്. കാരണം ഓൾറെഡി വളരെയധികം അടിച്ച മാർക്കറ്റാണ്, അതുകൊണ്ട് എപ്പോഴും ബൈ ട്രെൻഡ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ FISൻ്റെ സെല്ലിങ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ആർക്കും ഇത് പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഇതിങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഇതിൽ ചെയ്യാവുന്ന കേസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ കൗണ്ടറിൻ്റെയും അവരുടെ ഒരു പിവറ്റ് പോയിൻ്റുകൾ, ഇന്ന റേഞ്ചിന് താഴെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും, അപ്പോൾ ഞാൻ പൊസിഷൻ കട്ട് ചെയ്യും. ഈ തീരുമാനം നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ആ പൊസിഷൻ കട്ട് ചെയ്യും എന്നുള്ള തീരുമാനം, പൊസിഷൻ കട്ട് ചെയ്യാനുള്ള കഴിവാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഡ്രൈവിങ് പഠിച്ചുകൊണ്ട് കാര്യമില്ല, അത് വണ്ടി ഇടിക്കാണ്ട് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം വ്യക്തികൾക്കുണ്ട്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം വളരെയധികം റിസ്കി റോട്ടിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനോ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് നോക്കി കണ്ടുപിടിച്ച് ചെയ്യാനോ നമ്മൾ താല്പര്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടാം, അതുപോലെ തന്നെ വലിയൊരു ലോസ് വരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇത് ട്രേഡിംഗ് മാർക്കറ്റാണ്, നല്ലോണം കാശുണ്ടാക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ട്രെൻഡ് നോക്കി ട്രേഡ് ചെയ്യാൻ പഠിക്കണം. അത് വളരെ സിമ്പിളാണ്. കാരണം ഇതൊക്കെ ഇത്ര സമയം ബുദ്ധിമുട്ട്, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കൊരു ട്രേഡിംഗ് പോയിൻ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ മാർക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു വലിയ കയറ്റം നമ്മുടെ മാർക്കറ്റിന് ആഗ്രഹം മുകളിലേക്ക് പോകാനാണ്. പക്ഷേ പുറത്തുനിന്നുള്ള ന്യൂസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി റിസൾട്ട് കലണ്ടർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നുള്ള റിസൾട്ടുകൾ വളരെ സൂക്ഷിക്കണം, നെഗറ്റീവ്സ് വരാനുള്ള സാധ്യത കൂടുതൽ റിസൾട്ട് കലണ്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ പറയുകയാണ്, ഇന്ന് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് മാർക്കറ്റിന് പോസിറ്റീവ് ട്രെൻഡ് കിട്ടിയിരിക്കുകയാണ്, മാർക്കറ്റ് കയറും. റിസൾട്ട് കണ്ടുകളൊക്കെ പലതും ഈവനിങ്ങുള്ളിലേ വരുള്ളൂ. അപ്പോൾ ഈ റിസൾട്ട് കയറുന്ന ഇത്രയും നല്ലൊരു സമയത്ത് വേൾഡ് മാർക്കറ്റിൽ തൽക്കാലം നമുക്കൊരു പ്രശ്നമില്ല, സമയത്ത് മാർക്കറ്റ് കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് മാർക്കറ്റ് കയറാനുള്ള സാധ്യതയാണ്. അതർവൈസ് FISൻ്റെ സെല്ലിങ് ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇന്ന് കയറി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി എങ്ങാനും വീഴുകയാണെങ്കിൽ നമുക്ക് അതിന് ഒരു പിവോട്ട് പോയിൻറ്റോ അല്ലെങ്കിൽ ഒരു ആവറേജ് ട്രേഡിംഗ് പ്രൈസോ സ്റ്റോപ്പ് ലോസോ എങ്ങനെയെങ്കിലും നിങ്ങൾ അത് വെച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും പഠിക്കുക.
ഇതാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റോപ്പ് ലോസ് ചെയ്യാണ്ട് അത് ആ പിറ്റേ ദിവസത്തേക്ക് കൗണ്ടർ പോട്ടെ, നമുക്ക് നാളെ രക്ഷകൻ എത്തും എന്ന് പറയുന്നത് ലക്കിന് വേണ്ടി മാത്രമാണ്. ഒരു ലക്കിന് വേണ്ടി ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ജീവിതം ഒരു ലക്കാണെന്ന് പറയണവരില്ലേ, അങ്ങനൊരു ലെവലിൽ ലക്ക് എന്നുള്ള പേര് പറയുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ടെക്നിക്കൽ ഫോളോ അപ്പ് ചെയ്യുക, ടെക്നിക്കൽ ഫോളോ അപ്പ് ചെയ്യേണ്ട മാർക്കറ്റിൽ ടെക്നിക്കൽ ഫോളോ അപ്പ് ചെയ്യുക. ഇനി അമേരിക്കൻ മാർക്കറ്റിൽ നിന്നോ മറ്റുള്ള മാർക്കറ്റിൽ നിന്ന് ടെൻഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എപ്പോഴും ഫ്യൂച്ചർ ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകാം. ഫ്യൂച്ചർ വേണമെങ്കിൽ ക്യാരി ഓവർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അവസരമുണ്ട്, ഫ്യൂച്ചർ ക്യാരി ഓവർ ചെയ്യാം. അതുപോലെ MCXലാണെങ്കിൽ ഗോൾഡ് തന്നെ ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകാം. ഇവിടെ ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകാൻ ഇതൊന്നും പറ്റുന്ന ഒരളവിലെല്ലാം മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം മറക്കരുത്. ക്ലയൻറ്റുകൾ അവരൊക്കെ നിലനിൽക്കണം എന്നുള്ള നിലപാടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പറയുന്നത്. ഇത് നമ്മുടെ ക്ലയൻസിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പല ചാനലുകളിൽ പല ആൾക്കാരുകളും ബിസിനസ് കൂട്ടേണ്ട കാര്യത്തിനെക്കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും കമ്പനിയോ കമ്പനിയുടെ CEO MD ഇവരൊന്നും നിങ്ങളോട് പൊസിഷൻ സെല്ല് ചെയ്യാനോ മ്യൂച്വൽ ഫണ്ടുകാർ പൊസിഷൻ സെല്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവർക്കൊന്നും ബിസിനസ് കളയാൻ വയ്യ. അതൊന്നും ഒരു സിസ്റ്റമല്ല. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുള്ള ട്രേഡിങ് നിങ്ങൾ പഠിച്ചേ തീരൂ എന്നുള്ള ഉറപ്പിക്കുക. അതിനുള്ള എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് എൻ്റെ അറിവുകൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ബൈ.